ഇതെങ്ങനെ ഇവിടെ എത്തിയെന്നല്ലേ? ഹായ് ഗൈസ്, പ്രൊഫസർ ഹിയർ. ഗൈസ്, ഇതെന്റെ ഫ്രണ്ട് ഇർഫാൻ. ഇർഫാൻ ഒരു പ്രശ്നമുണ്ട്. ഇർഫാന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആൻസൈറ്റി, സാമൂഹിക ഉത്കണ്ഠ. സോ ഗൈസ്, ഇൻ ദിസ് വീഡിയോ നമ്മൾ ഇർഫാന്റെ സോഷ്യൽ ആൻസൈറ്റി നശിപ്പിച്ചു കൊടുക്കാൻ പോണ്. ആൻഡ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ 4 ലെവൽസ് ആണ്. ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പൈസ കൊടുക്കും. ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം level 1. സോ ഫസ്റ്റ് ലെവൽ എന്താണെന്നറിയോ? ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഡാൻസ് കളിക്കുക. ഫുള്ളിരുന്ന് കാണുക. ലെവൽ 3 എന്നൊക്കെ പറയുന്നത് 6-8 വരും. ലാസ്റ്റ് ലെവൽ ഇവിടെ വിഷയം ലെവലാണ്. ലെവൽ 1 എങ്ങനെയുണ്ടായി? സൂപ്പർ. ലെവൽ 1 എങ്ങനെയുണ്ടായി? ഗൈസ്, ഇതെന്റെ ചേട്ടനാണ് അഭിഭാവം. ലെവൽ 2 ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് ഒണ്ടുസഖി റീൽസ് ഉണ്ടാവും. ആ സാധനം പോയിട്ട് ഒരു കൂട്ടത്തിൽ പോയി ചെയ്യുക. ആരെ ടാർഗറ്റ് എന്നറിയോ? ടാർഗറ്റ് ഗ്രൂപ്പിനെ കാണിച്ചുതരാം. ചേച്ചി ഒരു വീഡിയോ എടുത്തരും. വീഡിയോ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഗൈസ്, ഫസ്റ്റ് അറ്റംപ്റ്റ് പാളിപ്പോയി. അവർക്ക് മനസ്സിലായി വീഡിയോ എടുക്കണാണ്. ഗൈസ്, പ്ലാൻ ബി ആക്കാൻ പോണ്. സോ ഗൈസ്, ലെവൽ 2 ഫെയിൽ ആയി പോയി. അപ്പോൾ നമ്മൾ നേരെ ലെവൽ 3 പോണ്. ലെവൽ 3 വിഷയം സാധനം കിട്ടി. പോണ വഴിക്ക് 6-8 കണ്ടുകൂട്ടി. ഗൈസ്, ഞാൻ പോണ വഴിക്ക് 6-8 കണ്ടു. 6-8 ഇർഫാൻ ഇൻട്രോഡ് ക്യാരക്ടർ അല്ലേ സോഷ്യൽ ആൻസൈറ്റി ബ്രേക്ക് ചെയ്യാൻ പോണത്. പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല, പടപട വന്നായിരുന്നു. അപ്പൊ 6-8 ഇർഫാനും കൂടി ഒരുമിച്ച് തോളിൽ കൈയിട്ടിട്ട് ജനക്കൂട്ടത്തിലോട്ട് പോകും. സോ ലെറ്റ്സ് ഡീൽ വിത്ത്. അവിടെ നിൽപ്പുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പൊ ഇർഫാൻ പറയൂ, അമ്മി ഷോക്ക് അടിച്ചു ഈ കമ്പിയിൽ തൊട്ടുപ്പ. ഇർഫാൻ പറ, ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? 150 രൂപയ്ക്ക്. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. സോഷ്യൽ ആൻസൈറ്റി ഒരാളെ നശിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഒരു ടിപ്പ്. പബ്ലിക് സ്പീക്കിംഗ് അങ്ങനത്തെ അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പറയാൻ സാധ്യതയുണ്ട്. പബ്ലിക് സ്പീക്കിംഗ് അങ്ങനെ പിന്നെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് പറയാൻ സാധ്യതയുണ്ട്. ലെവൽ 3 ഡബ്ല്യൂസിന്റെ ചാറ്റായിരുന്നു. പുള്ളി പോയി. എന്നാ ലെവൽ പാസ്സായതിന് പൈസ വെച്ചോ 200 രൂപ ഉണ്ട്. അപ്പം ലെവൽ 3 പാസ്സായി. ഇനി ലെവൽ 4 മെട്രോ സ്റ്റേഷൻ. ഓൾസോ ഗൈസ്, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത 10 ദിവസത്തിനുള്ളിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ നിന്ന് ഒരാൾക്ക് ഞാൻ 700 കൊടുക്കും. കഴിഞ്ഞ വീഡിയോയിൽ വിന്നർ ഇതായിരുന്നു. ഇനി എങ്ങനെയാ പൈസ കിട്ടണേ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ യൂട്യൂബ് പ്രൊഫൈലിൽ നിങ്ങളുടെ Gmail അറ്റാച്ച് ചെയ്യുക. അല്ലെങ്കിൽ കമൻസിൽ പോയിട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്നാ അടിപൊളി വീഡിയോ എന്നാ ഡബിൾ വീഡിയോ എന്നാ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. അതിന് നമുക്ക് പോവാം. ഇവിടെ 6-8 ഉണ്ട്. സോ ഗൈസ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്നിട്ട് അഡിയോസ് അമീഗോ അല്ലേ? അഡിയോ അമീഗോസ് ആസിഫലിയുടെ പുതിയ പടമുണ്ട്. അതിനകത്ത് ക്യാരക്ടറായിട്ട് എനിക്ക് ഇർഫാൻ അഭിനയിക്കണേ. ചിപ്സ് ഒക്കെ തിന്നിട്ട്, ബട്ട് ചിപ്സ് ഞാൻ കൊണ്ടുവന്നായിരുന്നു. പ്രൊഫ് ബൈറ്റ്സ് മഞ്ഞുമല്ലുണ്ട്, പോയി മേടിക്കുക. ബട്ട് ചിപ്സ് നമുക്ക് മെട്രോന്റെ അകത്ത് നിന്ന് കഴിക്കാൻ പറ്റില്ല. Let's go. സാധ്യത വെറുതെ മൂടായി പോയി. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല.
സോഷ്യൽ ആൻസൈറ്റി ഫിയേഴ്സ് ഹിം. ഗൈസ് 300 ഉണ്ടാക്കിയിട്ടുണ്ട്. 3 ചലഞ്ച് കൂടെ 300. കുഴപ്പമൊന്നുമില്ല. വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇർഫാന് സോഷ്യൽ ആൻസൈറ്റി അടുത്ത് കൂടെ പോയിട്ടില്ല എന്ന്. പക്ഷെ നമുക്ക് കറക്റ്റ് ആളെ തന്നെ കിട്ടിയത്. കാരണം ഞാൻ ഈ വീഡിയോ പറയേണ്ട സമയത്ത് ഇർഫാൻ തന്നെയാണ് മുന്നോട്ട് വന്ന് പറഞ്ഞത്. ലൈക്ക് ഇർഫാൻ ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇർഫാൻ ഇങ്ങനെ കുറേ ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് അഭിനയിക്കാൻ പേടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കറക്റ്റ് ആളെ തന്നെ കിട്ടിയത്. പിന്നെ ഗൈസ് ഈ സോഷ്യൽ ആൻസൈറ്റി വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആൻസൈറ്റിൻ്റെ അടി വരാന്ന് പറയുന്നത് ഈ ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ള സംഭവം. ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ടുള്ള തോട്ടുകൾ എന്ന് പറഞ്ഞാൽ ലുക്ക് വൈസ് ആൾക്കാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയണത് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ കാട്ടണം എന്ത് വിചാരിക്കും. ഇതൊക്കെ ആയിരിക്കും എൻ്റെ ചിന്തകൾ. അപ്പം ഞാനൊരു സാധനം പറഞ്ഞുതരാം ഗൈസ്. ലുക്ക് വൈസ് ഉള്ള സോഷ്യൽ ആൻസൈറ്റി ഉള്ളവർക്കാണെങ്കിൽ ഒരു സംഭവം പറഞ്ഞുതരാം. എല്ലാ മനുഷ്യർക്കും ഫിസിക്കലി എന്തെങ്കിലും ഒരു സീൻ ഉണ്ടാവും. ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പോൾ ഇത് എൻ്റെ മുടി കണ്ട, എൻ്റെ മുടി നരച്ചായിരിക്കണത്. അപ്പോൾ ആദ്യമൊക്കെ ഇത് അപ്പൂസ്, ഇത് അഫ്സൽ, രണ്ടുപേരും പേര് അഫ്സലിന് ബ്രോ. അപ്പോൾ ആദ്യമൊക്കെ മുടി നരച്ചിരിക്കുന്ന സമയത്ത് കുറേ പേരൊക്കെ ഒന്ന് പറയും പുറക്കിളവാന്നൊക്കെ, പുറക്കിളവാ ഒരു ഡൈ അടിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ആദ്യമൊക്കെ അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമായിരിക്കും. പിന്നെ ഞാൻ വിചാരിക്കും ഇത്രയും മനുഷ്യരിടയ്ക്ക് എൻ്റെ മുടി നരച്ചാണ് പ്രശ്നം. നമ്മളിപ്പോൾ ചെയ്യണത് കണ്ടിട്ട് ആൾക്കാരെന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം. ഇവനൊരു ട്രാവലറാണ്. അപ്പം ഇവനിഷ്ടമുള്ള സംഭവമാണ് ഇവൻ ചെയ്യണത് അല്ലേ. നീ അത് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും നീ അത് ചെയ്യൂലേ ഹാപ്പി ആയിട്ട്. അതാണ് അപ്പോൾ എന്നെ ഹാപ്പി ആക്കണത് വീഡിയോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ മേഖലയുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യും. അപ്പോൾ അവിടെ ആൾക്കാരെന്ത് വിചാരിക്കുമെന്നുള്ളതിൽ പ്രസക്തിയില്ല. So find what makes you happy and do it for the next 5 years. See you at the finish line.